വാസികളെക്കുറിച്ചുള്ള നാട്ടുകാരുടെ ഒരു കരുതൽ കൂടി തീർച്ചയായും പ്രതികരണങ്ങളിൽ വ്യക്തമാണ്. അതും കുറച്ചു പേർക്ക് മാത്രം അങ്ങനെ ഒരു പരിഗണന കിട്ടിയാൽ പോരാ, ആദിവാസികളെ കൂടി കൃത്യമായി പരിഗണിക്കണം. അവരെ എന്തുകൊണ്ട് ആ രീതിയിൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുന്നില്ല എന്ന് നാട്ടുകാർ തന്നെ ചോദിക്കുന്നില്ല. എന്താണ് അങ്ങനെ ഒരു പാളിച്ച? ഈ രണ്ട് പദ്ധതികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു ഇടപെടൽ സാധ്യമാകാതിരിക്കുന്നു? പറഞ്ഞോളൂ. ഇത് ദിവിഷ് ഒരു പ്രതികരണം കൂടി കേൾക്കാം. അദ്ദേഹം അത് കൃത്യമായി പറയുന്നുണ്ട്. 5 സെന്റുകാരനും 5 ഏക്കറുകാരനും 15 ലക്ഷം എന്നുള്ളതാണ്. അത് 98-ലാണ് ഈ സ്കീം കൊണ്ടുവന്നത്, സ്വയം സന്നദ്ധ പുനരധിവാസം. പക്ഷെ അതിൽ 5 സെന്റുകാരന് 15 ലക്ഷം കൊടുക്കും, 5 ഏക്കർക്കാരനും 15 ലക്ഷം. അത് കാരണം 5 ഏക്കർക്കാരൻ അശാസ്ത്രീയമാണ്. പിന്നെ 98-ൽ ഇന്നത്തെ ഒരേക്കർ ഭൂമിയുടെ വിലയല്ല ഇപ്പോൾ 2024. അന്ന് 10 ലക്ഷമായിരുന്നു, അത് ആകെ കൂട്ടിയത് 5 ലക്ഷമാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിത നിലവാരത്തിനനുസരിച്ചുള്ള ഭൂമിയുടെ വില ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കണം. ഇപ്പോൾ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഏകദേശം 800 ഏക്കറയോളം ഭൂമി പുനരധിവാസത്തിൽക്കാർക്ക് അവർക്ക് ഗവൺമെൻറ് ഭൂമിയും കൊടുത്തു. അതുപോലെ തന്നെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടാണ് മാറ്റിപ്പാർപ്പിച്ചത്. കേരളത്തിൽ അങ്ങനെ 15 ലക്ഷം കൊടുത്തിട്ട് എവിടെയോ പൊയ്ക്കോ എന്ന് പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തൊട്ടപ്പുറത്ത് മാവൂർ ഗോളിയർ റൈൻസിന് വേണ്ടിയിട്ട് ഉള്ള യൂക്കാലി ഗ്രാൻഡീസ് തോട്ടമുണ്ട്. അത് ശരിക്കും ഒരു ഭാഗത്ത് കൊടുത്താൽ ഈ നടുക്കാട്ടിനുള്ളിലുള്ളവരൊക്കെ മാറ്റിപ്പാർപ്പിക്കാവുന്നതാണ്. ഗവൺമെൻറ് ഫോറസ്റ്റിനെ സംബന്ധിച്ചോളം ഭൂമി കുറയുന്നുമില്ല, ജനങ്ങൾക്ക് സൗകര്യമാവുകയും ചെയ്യും. ഈ ബോർഡർ പ്രദേശത്തുള്ള വന്യമൃഗശല്യം ഒഴിവാകുകയും ചെയ്യുമായിരുന്നു. ദിവിഷ്, അതാണ് പ്രായോഗികമായൊരു പദ്ധതി ഉണ്ടാകുന്നില്ല. ഈ 15 ലക്ഷം രൂപ 5 സെന്റുകാരനും 5 ഏക്കറുകാരനും ഒരേപോലെ കൊടുക്കുന്നതിലെ അശാസ്ത്രീയത. മറ്റൊന്ന്, ആദിവാസികൾ ഈ റീബിൽഡ് കേരളയിലെ പദ്ധതികളിൽ ആദിവാസികൾ ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പരാതി. കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥലത്തും നടത്തിയപ്പോൾ അവിടെ ആദിവാസികളെ സർക്കാർ തന്നെ അവർക്ക് ഭൂമി കണ്ടെത്തി മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പക്ഷേ ഈ റീബിൽഡ് കേരള പദ്ധതിയിൽ നടപ്പാക്കിയിട്ടില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിവിഷ്, നമുക്കറിയാം ദേശീയപാതയ്ക്കൊക്കെ വേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോൾ എത്ര മടങ്ങ് നഷ്ടപരിഹാരമാണ് ആ ഭൂമിക്ക് നൽകുന്നത്. ഇതുപോലെ വനത്തിനകത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് തീർത്തും അശാസ്ത്രീയമായി അപര്യാപ്തമായ നഷ്ടപരിഹാരം കൊടുക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത്. കൃത്യമായ നഷ്ടപരിഹാരം ലഭിച്ചാൽ വയനാട്ടിൽ ഈ വനത്തിനകത്തും വനത്തോട് ചേർന്ന് താമസിക്കുന്ന ഒരുപാട് ആളുകൾ പോകാൻ തയ്യാറാണ്. പക്ഷേ ഈ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിൽ അശാസ്ത്രീയത നിലനിൽക്കുന്നു. 5 സെന്റ് ഭൂമിയുള്ള ആളാണെങ്കിലും 5 ഏക്കർ കൃഷിഭൂമിയുള്ള ആളാണെങ്കിലും ഒരു കുടുംബത്തിന് 15 ലക്ഷം എന്നതാണ് നഷ്ടപരിഹാരം. അതിലെ അശാസ്ത്രീയതയാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്.